അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, കോടികളുടെ ആസ്തി കയ്യിലുണ്ടായിട്ടും ജീവിക്കാൻ മറന്നുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്. സാമ്പത്തികമായ ആസ്തിയുണ്ട്, സമ്പത്തുണ്ട്, ഭൂമിയുണ്ട്. പക്ഷേ വളരെ നരകിച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? തറവാടിത്തം അല്ലെങ്കിൽ പ്രതാപം. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടത്തിൽ ആ ഭൂമി വിൽപ്പന നടത്തിക്കൊണ്ട് കുടുംബത്തിനും മറ്റുള്ളവർക്കും ആ സമ്പത്ത് ചെലവഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സമ്പത്ത് വിറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പ്രതാപത്തെയും എൻ്റെ തറവാടിത്തത്തെയും വല്ലാതെ ബാധിക്കും എന്നുള്ള ഒരു ചിന്ത, ആ ചിന്തയാണ് അത് വിൽപ്പന നടത്താതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നിട്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. ചിലപ്പോഴെങ്കിലും സാമ്പത്തികമായി പ്രയാസങ്ങൾ നേരിടുമ്പോൾ ആ പ്രയാസങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പോലും മറന്നുപോവാണ്. കാരണം എന്താണ്? അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അഭിമാനത്തെ ബാധിക്കുകയില്ലേ? എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്തും സൗകര്യങ്ങളും നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി തന്നെയാണ്. അത് നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി നൽകേണ്ടതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ രൂപയുള്ള ആസ്തി നമ്മുടെ കയ്യിലുണ്ട്, എന്നിട്ടും നമ്മൾ ജീവിക്കാൻ മറന്നു പോവുകയാണ്. ഈ ഒരു ദുരവസ്ഥ നമ്മിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു വക്കാറത്തുണ്ട്, അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. നമുക്ക് ഈ ജീവിതം താൽക്കാലികമായി അള്ളാഹു നൽകിയതാണ്. ഏത് സമയവും നമ്മുടെ അവധി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജീവിതം വിട്ട് നമ്മൾ പോവേണ്ടവരാണ്. അപ്പോൾ നമുക്ക് നൽകപ്പെട്ട സന്താനങ്ങളാണെങ്കിലും സമ്പത്താണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും പരീക്ഷണങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ അത് നമ്മൾ കൊടുത്തു വിട്ടുക. പ്രത്യേകിച്ച് സമ്പത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ട കാര്യമാണ് സക്കാത്ത് അല്ലെങ്കിൽ സദഖ എന്ന് പറയുന്നത്. ഒരാളുടെ കയ്യിൽ കിട്ടുന്ന വരുമാനത്തിന്റെ 2.5% ഓരോ വർഷവും അതിന്റെ അവധി എത്തുമ്പോൾ അത് അവരുടെ ആളുകൾക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവകാശികൾക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ശുദ്ധീകരിക്കപ്പെട്ടു. മറ്റൊന്ന് നമ്മൾ അറിയേണ്ടത്, നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കുമ്പോൾ, പണം ഉണ്ടാക്കുമ്പോൾ അത് ഹലാലാണോ ഹറാമാണോ? മറ്റുള്ളവരെ ചതിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്വത്താണെങ്കിൽ പലപ്പോഴും നമുക്കത് ആസ്വദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നമുക്ക് ഉടനീളം കാണാൻ സാധിക്കും, സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതല്ല ഐശ്വര്യം. ഉള്ള സമ്പത്തിലും ഉള്ള സൗകര്യത്തിലും മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തി നേടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഉള്ളതിൽ തൃപ്തിപ്പെടുക. പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. ആ പ്രയാസങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ ക്ഷമ അവലംബിക്കുക എന്നുള്ളതും മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യുക, അല്ലെ? ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകപ്പെട്ട ഒരു വിഷയമാണ് കാര്യങ്ങൾ മുഷാവറ ചെയ്യുക, കൂടിയാലോചിക്കുക എന്നുള്ളത്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി പലരും അനുഭവിക്കുന്നുണ്ട്. കച്ചവടത്തിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാവും. ആ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു ലാഭം, പ്രോഫിറ്റ് ആ കച്ചവടത്തിൽ നിന്ന് കിട്ടണം എന്നില്ല. സ്വാഭാവികമായിട്ടും വലിയ മാനസിക പിരിമുറുക്കത്തിൽ കൂടിയായിരിക്കും അയാൾ പോകുന്നത്. മക്കളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ മറ്റ് ആവശ്യങ്ങളുണ്ട്, വലിയ പ്രോപ്പർട്ടീസ് ഉണ്ടായിട്ട് പോലും അതിൽ നിന്ന് വരുമാനം ഇല്ലാത്തത് കൊണ്ട് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് പണക്കാരുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, സമ്പത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം ആവില്ല. ആ ഉള്ള സമ്പത്തിനെ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിൽപ്പന നടത്തേണ്ട ഘട്ടത്തിൽ അത് വിൽപ്പന നടത്തുകയും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ബുദ്ധിപൂർവം ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ ദുരഭിമാനം കൊണ്ട് അല്ലെങ്കിൽ പൊങ്ങച്ചം കൊണ്ട് അല്ലെങ്കിൽ അഭിമാനബോധം കൊണ്ട് നമ്മൾ അത് ചെയ്യാതെ പോകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നമ്മുടെ ജീവിതം തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മ്യൂസിക്സിൽ ഉണർത്താനുള്ളത്, സമ്പത്ത്, സന്താനങ്ങൾ എന്നൊക്കെ പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ പരീക്ഷണം മാത്രമാണ്.
അപ്പൊ അതിനെ അതിൻ്റെതായ തലത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അള്ളാഹുവിന് നന്ദി കാണിക്കുകയും, പ്രത്യേകിച്ച് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ് നമ്മുടെ സ്വത്തും സന്താനങ്ങളും. അതിലുള്ള നന്ദി എന്ന് പറയുന്നത് അത് ഹലാലായിട്ട് സമ്പാദിക്കുക എന്നുള്ളതും ആവശ്യക്കാർക്ക് വേണ്ടി ചിലവഴിക്കുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഒപ്പം അള്ളാഹു നൽകിയിരിക്കുന്ന അസംഖ്യം അനുഗ്രഹങ്ങൾക്ക് നിരന്തരം അള്ളാഹുവെ സ്തുതിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുക.